അനിലക്കരയാണല്ലോ കരുവന്നൂരിന്റെ കാര്യത്തിൽ അവസാന നിമിഷവും ഇപ്പോഴും ആ പോരാട്ടം തുടരുന്ന വ്യക്തി. കരുവന്നൂർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. AC മൊയ്തീൻ അടക്കമുള്ള ആളുകളെ ED നോട്ടമിടുന്നു, CBI നോട്ടമിടുന്നു, ഒരുപാട് അന്വേഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ ആ വിഷയമൊന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കേൾക്കാനേ ഇല്ല. കരുവന്നൂർ മറന്നോ തൃശ്ശൂരിലെ ജനത? അല്ല, അതിനകത്ത് നേരത്തെ പറഞ്ഞൊരു വിഷയത്തിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ പോലെ രണ്ട് മുന്നണികൾ, ഇന്ത്യ മുന്നണിയിൽ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട് എന്നാണ് ഹരി പറയുന്നത്. ഇതിനകത്ത് ഈ രണ്ട് മുന്നണിയിൽപ്പെട്ട അല്ലെങ്കിൽ LDF-ലെ ഒരു രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ, ഒന്ന് NCP എന്ന് പറയുന്ന പാർട്ടിയാണ്. ഡോക്ടർ അരുൺ കൃത്യമായിട്ട് അറിയാം. NCP ഏത് മുന്നണിയിലാണ്? ഡോക്ടർ അരുൺ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. NCP ഔദ്യോഗികമായി ദേശീയ തലത്തിൽ അവിടെയാണ്. അല്ല, ദേശീയ തലത്തിലല്ല. ഞാൻ NCP എന്ന് പറയുന്ന ഔദ്യോഗികമായി NCP ഏത് മുന്നണിയിലാണ്? NCP രണ്ടുണ്ട്. ഒന്ന് അജിത് പവാറിന്റെ ഉണ്ട്, ഒന്ന് ശരത് പവാറിന്റെ ഉണ്ട്. താങ്കൾ ഉദ്ദേശിക്കുന്നത് അജിത് പവാറിന്റെ ആണെങ്കിൽ അത് NDA-യിലാണ്, ശരത് പവാറിന്റെ ആണെങ്കിൽ മഹാഗഠബന്ധനൊപ്പമാണ്. ഞാൻ പറയുന്നത് ഔദ്യോഗികമായ NCP എന്ന് പറയുന്ന പാർട്ടി LDF-ലാണ്. അതുപോലെ തന്നെ ദേവഗൌഡയുടെ പാർട്ടി, കുമാരസ്വാമിയുടെ പാർട്ടി അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് NDA-യുമായിട്ട് ചർച്ച നടത്തുകയാണ്. ആ മുന്നണിയുടെ ഔദ്യോഗികമായ കക്ഷി എന്ന് പറയുന്നത് ഇവിടുത്തെ മാത്യു ടി തോമസിന്റെ പാർട്ടിയാണ്. അത് LDF-ലാണ്. അതിലൊരു മന്ത്രി കൃഷ്ണൻകുട്ടിയാണ്. പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലാണ്. പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ 2 അംഗങ്ങൾ NDA മുന്നണിയിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ പാലക്കാട് മോഡി വന്നല്ലോ. മോഡി വന്നപ്പോ പാലക്കാട് സ്ഥാനാർത്ഥി അതിനകത്ത് കയറി. പിന്നെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെ കയറ്റിയില്ല എന്നുള്ള വിവാദമുണ്ട്, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് BJPക്ക് ശക്തിയുള്ള മണ്ഡലമാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ദിവസമായി ഇവിടെ സുരേഷ് ഗോപി വന്നും പോയൊക്കെ കാര്യം പറയുന്നു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എത്ര ദിവസമായി ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കുന്നത്? എത്ര ദിവസമായി എറണാകുളത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് LDF, UDF, BJP സ്ഥാനാർത്ഥികൾ പ്രചരണമായി പോയി 1 മാസത്തിലേറെയായി. 4 ഇടങ്ങളിൽ അത് ഒന്നുകിൽ CPM-ന് വേണ്ടി പിന്നെ EP ജയരാജന്റെ ഇടനിലക്കാരനായ ജയരാജന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ലേലത്തിൽ വെച്ചിരിക്കുകയാണ് BJP. ലേലത്തിൽ വെച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് മറുപടി. കൊല്ലത്ത് നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിക്കുന്നത് സന്ദീപ് വചസ്പതിയെ തീരുമാനിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. എറണാകുളത്ത് രവിയെ തീരുമാനിച്ചു എന്ന മേജർ രവിയെ, ആലത്തൂരിൽ രേണു സുരേഷ്. എന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയാണ്. നിങ്ങൾ ഇത്രയും വൈകുന്നത് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയാണെന്നാണ് ചോദ്യം. അല്ല, ഈ അനിലക്കര പറയുന്നത് കേട്ടാൽ തോന്നും കോൺഗ്രസ് ഈ കേരള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പല്ലോ ഇത്. അനിലക്കരയുടെ പാർട്ടി ഇന്ത്യയിലെ എല്ലാ 540 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ? ഇല്ലെന്നാണ് എന്റെ എളിയ അറിവ്. അങ്ങനെ സ്വന്തം കാലുമ്പോ 2 മന്ത്രിയുള്ളൂ, അതായത് പകുതി സീറ്റിലേക്ക് പോലും സ്വന്തം സ്ഥാനം. എന്തിന്? കോൺഗ്രസിന്റെ തറവാടായ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിവില്ലാത്തവന്റെ രോദനമായിട്ട്